ഹലോ എവ്രി വൺ, വെൽക്കം ടു ബിഗ് ലേണിംഗ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്ക് ആണ്. ഓക്കെ, യൂഷ്വലി റെയിൽവേക്ക് ആണെങ്കിലും SSC ആണെങ്കിലും ടൈം ആൻഡ് വർക്കിന്റെ അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിച്ചു കണ്ടില്ല. യൂഷ്വലി ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ ബേസിക് ടു മോഡറേറ്റ് ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. പിന്നെ നമ്മൾ RRB ഗ്രൂപ്പ് ഡിയുടെ കേസ് കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ടൈം ആൻഡ് വർക്കിൽ എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. നമുക്ക് ബേസിക് കൺസെപ്റ്റ് അറിയാവുന്നുണ്ടെങ്കിൽ എന്തായാലും കിട്ടുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതെന്ന് പറയുന്നത് ടൈം ആൻഡ് വർക്കിന്റെ കേസ് മാത്രമല്ല, QA ഫുൾ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, നമുക്ക് ടൈം ആൻഡ് വർക്കിലോട്ട് പോവാം. ടൈം ആൻഡ് വർക്കിൽ നമ്മൾ ബേസിക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മൾ LCM മെത്തേഡ് വഴിയാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഇനി നമ്മൾ അതിനു മുമ്പ് അറിഞ്ഞിരിക്കേണ്ട ഒരു ഇക്വേഷനോടുണ്ട്. ഓക്കെ, നമ്മളെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം പീരീഡ് ആയിരിക്കും. അതായത് എന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ജസ്റ്റ് അസ്യൂം ചെയ്യുക 2 എന്ന് പറയുന്നതാണ് എന്റെ എഫിഷ്യൻസി. അതായത് ഒരു ദിവസം ഞാൻ 2 ബോട്ടിൽ ഉണ്ടാക്കും. ഓക്കെ, 2 ബോട്ടിൽ ഉണ്ടാക്കും, അതാണ് എന്റെ എഫിഷ്യൻസി. അതേപോലെ ഞാൻ 5 ദിവസം ഉണ്ടാക്കി, അതാണ് എന്റെ ടൈം പീരീഡ്. ഓക്കെ, എത്ര ദിവസം? 5 ദിവസം. അപ്പൊ എന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം പീരീഡ് ആയിരിക്കും. അതായത് 2 ഇൻറ്റു 5. അപ്പൊ മൊത്തം ഞാൻ എത്ര ബോട്ടിൽ ഉണ്ടാക്കി? 10 ബോട്ടിൽ ഉണ്ടാക്കി. അത് 10 എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? എന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. കൺസെപ്റ്റ് മനസ്സിലായോ? ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്താണ്? എഫിഷ്യൻസി ഇൻറ്റു ടൈം പീരീഡ് ആണ്. ഓക്കെ, ഇനി ജസ്റ്റ് അസ്യൂം ചെയ്യുക 2 പേരുണ്ടെന്ന്. എയും ഉണ്ട്, ബിയും ഉണ്ട്. എ അത് 2 ബോട്ടിൽ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക. ഓക്കെ, അതേപോലെ ബി 3 ബോട്ടിൽ ഉണ്ടാക്കുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ എത്ര ബോട്ടിൽ ഉണ്ടാക്കും? എ 2 ബോട്ടിൽ ഉണ്ടാക്കും, ബി 3 ബോട്ടിൽ ഉണ്ടാക്കും. എത്ര ദിവസത്തേക്ക്? 5 ദിവസത്തേക്ക്. 2 പേരും 5 ദിവസത്തേക്കാന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫിഷ്യൻസി ഓഫ് എ ഇൻറ്റു ടൈം പീരീഡ് പ്ലസ് എഫിഷ്യൻസി ഓഫ് ബി ഇൻറ്റു അതിന്റെ ടൈം പീരീഡ് ആയിരിക്കും, അല്ലെ? അതെന്ന് പറയുന്നതിൽ ടോട്ടൽ വർക്ക്. കാരണം എയും ബോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ ബിയും എന്ത് ചെയ്തിട്ടുണ്ട്? ബോട്ടിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? അതായത് 2 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 5. ഈ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 2 ആണ്. ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്, അല്ലെ? അപ്പൊ 2 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 5 5 ദിവസത്തേക്കാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് കിട്ടി? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ 5 കോമൺ എടുക്കാം. ടൈം പീരീഡ് കോമൺ അല്ലേ? ടൈം പീരീഡ് കോമൺ അല്ലേ? അപ്പൊ 5 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 പ്ലസ് 3, അതായത് 5 ഇൻറ്റു 5 25. 25 എന്ന് പറയുന്നതായിരിക്കും എന്തെന്ന് പറയുന്നത്? എന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്, അല്ലെ? അതുകൊണ്ട് ആ ഇക്വേഷൻ എപ്പോഴും ഒന്ന് ഓർത്തിരിക്കാം. ഇനി ഓക്കെ, ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കൺസെപ്റ്റ് കൂടെ അറിഞ്ഞിരിക്കണം. ഈ ഉദാഹരണം തന്നെ എടുക്കാം. നമുക്ക് മോസ്റ്റ്ലി ക്വസ്റ്റ്യൻസിൽ തരുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ക്വസ്റ്റ്യൻ എങ്ങനെയാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് പറയാണ് ഒരു ദിവസം 5 ദിവസത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, എന്താണ്? 5 ദിവസത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അതേപോലെ ബിയും 10 ദിവസത്തിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. സെയിം വർക്ക്. എന്താണ്? എ ഒരു വർക്ക് 5 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യും, അതേപോലെ ബി ഒരു വർക്ക് 10 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇങ്ങനെ ആയിരിക്കാം: എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം എടുക്കും? എങ്ങനെയായിരിക്കും? എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസം എടുക്കും? നമ്മൾ പൊതുവെ ചിന്തിക്കും 5 + 10. അപ്പൊ എത്ര ദിവസമായി? 15 ദിവസമായി, അല്ലെ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? അത് തെറ്റാണ്. കാരണം എന്താ? എക്ക് 5 ദിവസം എടുക്കും, ബിക്ക് 10 ദിവസം എടുക്കും. അപ്പൊ അവർ ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസമാണ് എടുക്കേണ്ടത്? കുറയല്ലേ വേണ്ട? അത് ചെയ്യാനാണ് നമ്മൾ LCM മെത്തേഡ് ഉപയോഗിക്കുന്നത്. അതാണ് കുറച്ചുകൂടെ എളുപ്പമുള്ള മെത്തേഡാണ്. അതായത് ആദ്യം നമ്മൾ ഇതിന്റെ LCM എടുക്കുക. 5ന്റെയും 10ന്റെയും LCM എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 10 തന്നെയാണ്, അല്ലെ? 10 തന്നെയാണ്. 10 എന്നുള്ളത് എന്റെ ടോട്ടൽ വർക്കായിട്ട് എടുക്കുക. അതായത് നമ്മൾ LCM എന്താണോ എടുക്കുന്നത്, എന്താണോ നമുക്ക് LCM കിട്ടുന്നത്, അതെന്തായിട്ട് എടുക്കുക? നമ്മുടെ ടോട്ടൽ വർക്കായിട്ട് എടുക്കുക. ഓക്കെ, ഇവിടുത്തെ കേസിൽ എനിക്ക് 10 എന്ന് കിട്ടി. 10 ആണ് എന്തെന്ന് പറയുന്ന ടോട്ടൽ വർക്ക്. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തായാലും നമ്മൾ പഠിച്ച ഇക്വേഷൻ. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എഫിഷ്യൻസി ഇൻറ്റു ടൈം പീരീഡ് ആണ്.
അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി അല്ലേ കണ്ടുപിടിക്കേണ്ട. എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടൈം പീരീഡ് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം ആയിരിക്കും അല്ലേ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. ടോട്ടൽ വർക്ക് എത്രയാണ്? നമ്മളിവിടെ എടുത്തു 10 ആണെന്ന്. അപ്പൊ 10 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. 10 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 2 ആണ്. 2 എന്ന് പറയുന്നതാണ് എയുടെ എഫിഷ്യൻസി. അതേപോലെ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്ത് വരും? 10 ഡിവൈഡഡ് ബൈ 10 എന്ന് വരും അല്ലെ? അതെന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. അപ്പൊ ബിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. എയുടെ എഫിഷ്യൻസി 2 ആണ്, ബിയുടെ എഫിഷ്യൻസി 1 ആണ്. നമ്മുടെ ചോദ്യം എന്താണ്? എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസത്തിൽ കംപ്ലീറ്റ് ആകുമെന്നാണ് അല്ലെ? എന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് അപ്പോഴും യാതൊരു മാറ്റവും ഇല്ല. ടോട്ടൽ വർക്ക് 10 ഈസ് ഈക്വൽ ടു എയും ബിയും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എയുടെയും ബിയുടെയും എഫിഷ്യൻസി ഒരുമിക്കും അല്ലെ? അപ്പൊ അതായത് എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി ഇൻറ്റു ടൈം പീരീഡ്. ഈ ടൈം പീരീഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എഫിഷ്യൻസി ഓഫ് എയുടെയും ബിയുടെയും എഫിഷ്യൻസി എത്രയാ? 2 1 ആണ്. അപ്പൊ എ പ്ലസ് ബി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3 ആയിരിക്കും എയുടെയും ബിയുടെയും ഒരുമിച്ചുള്ള എഫിഷ്യൻസി അല്ലെ? അപ്പൊ 10 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ടൈം പീരീഡ്. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 10/3 ആയിരിക്കും അല്ലെ? 10/3 ഡേയ്സ് എടുക്കും. എക്ക് 5 ദിവസം എടുക്കുമെങ്കിൽ അതേപോലെ ബിക്ക് 10 ദിവസം എടുക്കുമെന്നുണ്ടെങ്കിൽ എയും ബിയും ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും? 10/3 ഡേയ്സ് എടുക്കും. ഓക്കെ, ഇത് ബേസിക് ആയിട്ടുള്ള കാര്യമാണ്, അറിഞ്ഞിരിക്കാൻ. നമുക്ക് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, നോക്കിയേ എന്താ പറഞ്ഞിരിക്കുന്നത്? എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 20 ഡേയ്സ്. ഓക്കെ, നമുക്ക് എഴുതാം A can do a piece of work in 20 days and B alone can do it in 30 days. B alone can do it in 30 days. In how many days A and B together can complete the work? നേരത്തെ പറഞ്ഞ പോലെ തന്നെ A ഒരു വർക്ക് 20 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യും, ബി ഒരു വർക്ക് 30 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എയും ബിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് ചോദ്യം അല്ലെ? ഇനി നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യുക? LCM എടുക്കുക. LCM 20ന്റെയും 30ന്റെയും LCM എന്ന് പറയുന്നത് എത്രയാണ്? ഡൗട്ട് ഉള്ളവര് എടുത്ത് പഠിക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യരുത്, ഒരുപാട് ടൈം പോകും. ഓക്കെ, 20ന്റെയും 30ന്റെയും LCM എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ആദ്യം 10 കോമൺ എടുത്താലോ? 10 കോമൺ എടുത്താൽ 2 3, പിന്നെ എന്തുണ്ട്? 2 3 അല്ലെ? എന്ത് വന്നു? 10 × 2 20, 20 × 3 60. അതൊരിക്കലും എന്ത് ചെയ്യരുത്, ഇങ്ങനെ എഴുതി സമയം കളയരുത്. ഓക്കെ, കാണുമ്പോഴേ അറിയണം 20ന്റെയും 30ന്റെയും LCM 60 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്ന ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം പീരീഡ്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. നിങ്ങൾ ഈ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നോക്കുക. അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാ? നോക്ക്, എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാ? നോക്കാം. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 60 ഡിവൈഡഡ് ബൈ 20 ആണ് അല്ലെ? എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം പീരീഡ്. ടോട്ടൽ വർക്ക് എത്രയാണ്? 60 ആണ്. ടൈം പീരീഡ് എത്രയാണ്? 20 ആണ്. 60 ഡിവൈഡഡ് ബൈ 20 3 ആണ്. അതേപോലെ ബിയുടെ കേസ് പറയുകയാണെങ്കിലോ, ബിയുടെ എഫിഷ്യൻസി എത്രയാണ്? 60 ഡിവൈഡഡ് ബൈ 30 2 ആണ് അല്ലെ? ഇനി ചോദ്യത്തിലോട്ട് പോവാം. എയും ബിയും ഒരുമിച്ചാൽ എത്ര ദിവസം എടുക്കുമെന്നാണ്. അതെന്ന് പറയുന്നത് എന്താ? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി ഇൻറ്റു ടൈം പീരീഡ് എന്ന് പറയുന്നതായിരിക്കും ടോട്ടൽ വർക്ക് അല്ലെ? ഇനി ടോട്ടൽ വർക്ക് എത്രയാണ്? 60 ആണ്. എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി, എയുടെയും ബിയുടെ ഒരുമിച്ചുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ് അല്ലെ? അപ്പൊ 5 ഇൻറ്റു ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 60. അങ്ങനെയാണെങ്കിൽ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 5 12 അല്ലെ? നമുക്ക് ഓപ്ഷൻ എന്ത് കിട്ടി? ഓപ്ഷൻ സി കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോകാലോ. A and B together can complete a particular task in 4 days. If A alone can complete the same task in 12 days, how many days will B take to complete the task if he works alone? Okay, നമുക്ക് നോക്കാം. നമുക്ക് എന്താ തന്നിട്ടുള്ള? എക്കും ബിക്കും കൂടെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എന്നാ പറഞ്ഞിരിക്കുന്നത്? 4 ദിവസം എടുക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് എപ്പോഴും ശ്രദ്ധിക്കുക. എക്കും ബിക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 4 ദിവസം എടുക്കും. ഇനി ബാക്കിയുള്ളത് നോക്കാം. ഇഫ് എ അലോൺ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം ടാസ്ക് ഇൻ 12 days, അതേ ടാസ്ക് എക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 12 ദിവസം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി ഡേയ്സ് വിൽ ബി ടേക്ക് ടു കംപ്ലീറ്റ് ദ ടാസ്ക് ഇഫ് ഹി വർക്ക്സ് അലോൺ. അങ്ങനെയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ കാണാൻ നേരത്തെ എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4 അല്ലെ? എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 4.
എ എത്രയെന്നും തന്നിട്ടുണ്ട്, 12 എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി എന്ന് പറയുന്നത് 4 - 12 എന്ന് എഴുതരുത് കേട്ടോ. ഈ കൺസെപ്റ്റേ തെറ്റാണ്. എഫിഷ്യൻസി ആണ് എപ്പോഴും ഈക്വൽ ആവുന്നത്. ടൈം പീരീഡ് ഒരിക്കലും എന്താവില്ല, ഈക്വൽ ആവില്ല. അത് എപ്പോഴും ഓർത്തിരിക്കാം. ഇനി നോക്കിയാൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. നമുക്ക് എന്താ തന്ന, എയും ബിയും ഒരുമിച്ച് ഒരു വർക്ക് ചെയ്താൽ 4 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യും. എ ഒരു വർക്ക് ആ സെയിം വർക്ക് ചെയ്യാൻ എത്ര ടൈം എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 12 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിക്ക് എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ചോദ്യം അല്ലെ. നേരത്തെ പോലെ നമ്മൾ എൽ സി എടുക്കുക. 4ന്റെയും 12ന്റെയും എൽ സി എന്ന് പറയുന്നത് എത്രയാണ്? 12 ആണ് അല്ലെ. നമുക്ക് എന്ത് കിട്ടി? 12 കിട്ടി. അതിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക? ടോട്ടൽ വർക്കായിട്ട് എടുക്കുക അല്ലെ. ടോട്ടൽ വർക്കായിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എന്തായിരിക്കും? എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി എന്തായിരിക്കും? 12 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും അല്ലെ. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം പീരീഡ് ആണ്. അതുകൊണ്ട് തന്നെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്തായിരിക്കും? 12 ഡിവൈഡഡ് ബൈ 4 ആയിരിക്കും. 12 ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അതേപോലെ എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 ആണ് അല്ലെ. എയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്ത് വരും? 12 ഡിവൈഡഡ് ബൈ 12 എന്ന് വരും. 12 ഡിവൈഡഡ് ബൈ 12 എത്ര? 1 ആണ് അല്ലെ. പിന്നെ വേറൊരു കാര്യം, നിങ്ങൾ ഈ ടോട്ടൽ വർക്ക് ഞാൻ 12 ആയിട്ട് എടുത്ത് എന്തുകൊണ്ടാണ്? എൽ സി എടുക്കുന്നത് എന്തുകൊണ്ടാണ്? അത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നിങ്ങൾ 12 തന്നെ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നിങ്ങൾ അതിനെ എക്സ് എന്ന് എടുത്താൽ ഒരു ഉത്തരം കിട്ടും. പക്ഷെ എന്തായിരിക്കും, നമ്മൾ ഒരുപാട് കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എളുപ്പതിനെ കൊണ്ട് അത്ര കാൽക്കുലേറ്റ് ചെയ്യേണ്ടിയ, പക്ഷേ കുറച്ചും കൂടെ വലിയ ക്വസ്റ്റ്യൻസ് വരാൻ നേരത്തെ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ കുറച്ചുകൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. എക്സ് അല്ലെങ്കിൽ 100, നിങ്ങൾക്ക് 1 ഇഷ്ടമുള്ള വാല്യൂ എടുക്കാം. ഞാൻ എൽ സി എടുക്കുന്നത് ക്യാൻസൽ ആയി പോകാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഞാൻ 1 എടുത്തിരുന്നെങ്കിൽ, ടോട്ടൽ വർക്ക് 1 എടുത്തിരുന്നെങ്കിൽ എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എന്ത് വന്നേനെ? 1/4 എന്ന് വന്നേനെ അല്ലെ. 1/4 എന്ന് വന്നേനെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അത്രയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇനി ക്വസ്റ്റ്യനിലോട്ട് ബാക്കി പോവാം. നമുക്ക് എന്ത് കിട്ടി? എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 3 എന്ന് തന്നു. അതേപോലെ എയുടെ എഫിഷ്യൻസി 1 എന്ന് തന്നു. അങ്ങനെയാണെങ്കിൽ 1 പ്ലസ് ബി എന്ന് പറയുന്നതാണ് എന്ത്? 3. ബി എന്ന് പറയുന്നത് എന്താണ്? 2 ആണ് അല്ലെ. ബിയുടെ എഫിഷ്യൻസി എന്തെന്ന് കിട്ടി? 2 എന്ന് കിട്ടി. ബിയുടെ എഫിഷ്യൻസി 2 എന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് നോക്കാം, നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ബിക്ക് മാത്രം ആ സെയിം ടാസ്ക് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്നാണ്. ഇനി നേരത്തെ പോലെ ടോട്ടൽ വർക്ക്, അതായത് 12 ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം പീരീഡ്. എഫിഷ്യൻസി ഓഫ് ബി ഇൻറ്റു ടൈം പീരീഡ് ആണ്. എഫിഷ്യൻസി ഓഫ് ബി എത്രയാണ്? 2 ആണ്. അപ്പൊ ടൈം ടേക്കൺ ബൈ ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 12 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. 12 ഡിവൈഡഡ് ബൈ 2 എത്ര? 6. അപ്പൊ ബിക്ക് മാത്രം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 6 ഡേയ്സ് എടുക്കും. ക്ലിയർ ആണോ? എന്ത് വന്നു? ഓപ്ഷൻ ബി വന്നു. ഓക്കെ അല്ലേ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. P can finish a work in 25 days. Q can do the same work in 20 days. Q worked for 8 days and left the job. In how many days P alone can finish the remaining work? എന്താ പറഞ്ഞേക്കുന്നത്? P ഒരു വർക്ക് 25 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യും. Q അതേ വർക്ക് 20 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ പറഞ്ഞേക്കുന്നത് എന്താ? Q 8 ദിവസം വർക്ക് ചെയ്തു എന്നിട്ട് ജോലി നിർത്തിപ്പോയി. അങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ള വർക്ക് പീക്ക് ഒറ്റയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് അല്ലെ. ഓക്കെ, നമുക്ക് തന്നേക്ക് എഴുതാം. എന്താ തന്നിട്ടുള്ള? പിക്ക് ഒരു വർക്ക് ചെയ്യാൻ 25 ദിവസം എടുക്കും. അതേപോലെ ക്യൂവിന് അതേ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 20 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത്ര എടുക്കാം. ഇത്രയും തന്നു. നമുക്ക് പിയുടെയും ക്യൂയുടെയും എഫിഷ്യൻസി കണ്ടുപിടിക്കാമല്ലോ. ടൈം പീരീഡ് ആണ്. പിയുടെയും ക്യൂയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? 25ന്റെ 20ന്റെ എൽ സി എടുക്കും. 25ന്റെ 20ന്റെ എൽ സി എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ് അല്ലെ. 100 ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിയുടെയും ക്യൂയുടെ എഫിഷ്യൻസി എത്ര വന്നു? പിയുടെ എഫിഷ്യൻസി 100 ഡിവൈഡഡ് ബൈ 25 4 എന്നും, ക്യൂവിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 100 ഡിവൈഡഡ് ബൈ 100 ഡിവൈഡഡ് ബൈ 5 എന്നും വന്നു അല്ലെ. 5 എന്നും വന്നു. ഇനി നോക്കിയേ, ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ക്യൂ വർക്ക്ഡ് ഫോർ 8 days ആൻഡ് ലെഫ്റ്റ് ദ ജോബ്. ക്യൂ എത്ര ദിവസം വർക്ക് ചെയ്തു? ക്യൂ 8 ദിവസം വർക്ക് ചെയ്തിട്ട് നിർത്തിപ്പോയി. ക്യൂയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. അതായത് ക്യൂ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 5 വർക്ക് ചെയ്യും അല്ലെ. അങ്ങനെയാണെങ്കിൽ ക്യൂ 8 ദിവസം എത്ര വർക്ക് ചെയ്യും? ക്യൂ 8 ദിവസം വർക്ക് ചെയ്തു എന്നല്ലേ പറഞ്ഞേക്കുന്നത്? ക്യൂ 8 ദിവസം വർക്ക് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്യൂ ഒരു ദിവസം 5 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ക്യൂ 8 ദിവസം എത്ര വർക്ക് ചെയ്യും? വർക്ക് ഡൺ ബൈ ക്യൂ എത്രയായിരിക്കും?
വർക്ക് ഡൺ ബൈ ക്യൂ. എന്താ നമ്മുടെ ഇക്വേഷൻ? ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം പീരീഡ്. ക്യൂയുടെ എഫിഷ്യൻസി എത്രയാ? 5 ആണ്. ഇൻറ്റു ടൈം പീരീഡ്. ടൈം പീരീഡ് എന്ന് പറയുന്നത് എന്താ? ക്യൂ എത്ര ദിവസമാണ് വർക്ക് ചെയ്തത്? 8 ദിവസമാണ് വർക്ക് ചെയ്തത് അല്ലേ? അപ്പൊ വർക്ക് ഡൺ ബൈ ക്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 40 ആണ്. അതായത് മൊത്തം 100 വർക്ക് ഉണ്ടെങ്കിൽ അതിൽ ആദ്യത്തെ 8 ദിവസത്തിൽ ക്യൂ ഒറ്റയ്ക്ക് എത്ര വർക്ക് ചെയ്തു? 40 വർക്ക് ചെയ്തു അല്ലെ? ക്യൂ 40 വർക്ക് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എന്റെ റിമൈനിങ് വർക്ക് എത്രയായിരിക്കും? ക്യൂ 8 ദിവസം വർക്ക് ചെയ്ത് നിർത്തിപ്പോവുകയാണ്. എന്റെ 40 വർക്ക് ചെയ്ത് നിർത്തിപ്പോയി. എന്റെ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? മൊത്തം എത്രയാ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാ? 100 ആണ് അല്ലെ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 100 ആണ്. അതിൽ 40 വർക്ക് ക്യൂ ചെയ്തു. അപ്പൊ എന്റെ റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 60 ആയിരിക്കും. ഓക്കെ, ഇനി 60 വർക്കാണുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ ഹൗ മെനി ഡേയ്സ് പി അലോൺ ക്യാൻ ഫിനിഷ് ദ റിമൈനിങ് വർക്ക് അല്ലെ? അതായത് ഇനി പിക്ക് എത്ര ദിവസം എടുക്കും ഈ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? അതായത് 60 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പിക്ക് എത്ര ദിവസം എടുക്കും എന്നാണ് ചോദ്യം അല്ലെ? അത് നേരത്തെ പോലെ തന്നെ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഓഫ് പി ഇൻറ്റു ടൈം പീരീഡ്. ടോട്ടൽ വർക്ക് അല്ലല്ലോ, ഇവിടുത്തെ കേസിൽ റിമൈനിങ് വർക്ക് അല്ലെ? റിമൈനിങ് വർക്ക് എത്രയാ? 60 ആണ്. 60 ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഓഫ് പി എത്രയാണ്? 4 ആണ്. 4 ഇൻറ്റു ടൈം പീരീഡ്. ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 60 ഡിവൈഡഡ് ബൈ 450. അപ്പൊ പിക്ക് ഒറ്റയ്ക്ക് ബാക്കിയുള്ള വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 15 ദിവസം എടുക്കും. ഓക്കെ, എന്ത് വന്നു? ഓപ്ഷൻ സി വന്നു. ക്ലിയർ ആണോ? എളുപ്പമല്ലേ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ജസ്റ്റ് നിങ്ങൾ എന്ത് മാത്രം പറഞ്ഞിരുന്നാൽ മതി, ആ ഇക്വേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം പീരീഡ്. ഇനി അടുത്ത നോക്കിയേ, P is thrice as good as workman as Q. Together they finish a piece of work in 24 days. The number of days taken by P alone to finish the work is okay. ഇവിടുത്തെ സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കണേ. നമുക്ക് എന്താ തന്നിരിക്കുന്നത്? P is thrice as work as good as Q, workman as Q അല്ലെ? അതായത് P എന്ന് പറയുന്നത് ക്യൂവിനേക്കാൾ ത്രൈസ് ആയിട്ട് 3 ഇരട്ടിയായിട്ട് എന്ത് ചെയ്യും? വർക്ക് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ? അതായത് ക്യൂ ഒരു വർക്ക് ചെയ്താൽ പി എത്ര വർക്ക് ചെയ്യണം? അതിന്റെ ത്രൈസ് ചെയ്യണം, അതായത് 3 ഇരട്ടി ചെയ്യണം അല്ലെ? അതായത് ക്യൂ ഒരു വർക്ക് ചെയ്താൽ പി എത്ര വർക്ക് ചെയ്യണം? പി 3 വർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന എന്താണ്? തന്നിരിക്കുന്ന എഫിഷ്യൻസിയാണ് അല്ലെ? തന്നിരിക്കുന്ന അവരുടെ എഫിഷ്യൻസിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. നേരത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. നമ്മൾ ഇത്രയും നേരം ചെയ്ത ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് എന്താ അവർ തന്നിട്ടുള്ള? നമുക്ക് തന്നിട്ടുള്ള അവർ എത്ര ദിവസത്തിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷെ ഇവിടുത്തെ കേസ് നോക്കിയേ, ഇവിടുത്തെ കേസിൽ നമുക്ക് എഫിഷ്യൻസി തന്നു, ഡയറക്റ്റ് തന്നു. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ടുഗെദർ ദേ ഫിനിഷ് എ പീസ് ഓഫ് വർക്ക് ഇൻ 24 days. അവർ ഒരുമിച്ച് ഒരു വർക്ക് 24 ദിവസത്തിൽ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അവർ ഒരുമിച്ച്, അപ്പൊ പി പ്ലസ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? പിയുടെയും ക്യൂയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 3 + 1 4 ആയിരിക്കും അല്ലെ? ഇനി ഇവർ ഈ 4 എഫിഷ്യൻസി വെച്ച് അവർ 24 ദിവസത്തിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? അവരൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വർക്ക് എത്രയാ? ആ ടോട്ടൽ വർക്ക് എത്രയാ? ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? എഫിഷ്യൻസി ഇൻറ്റു ടൈം പീരീഡ്. എഫിഷ്യൻസി എത്രയാ? 4 ആണ്. ടൈം പീരീഡ് എത്രയാ? 24 ദിവസമാണ് അല്ലെ? 24 ദിവസത്തിലാണ് അവർ കംപ്ലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടൈം പീരീഡ് എന്ന് പറയുന്നത് എത്രയാണ്? 24 ആണ്. 4 × 24. 4 × 24 എത്രയാണ്? 96 ആണ്. അപ്പൊ എന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 96 എന്ന് കിട്ടി. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നോക്കാം. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ നമ്പർ ഓഫ് ഡേയ്സ് ടേക്കൺ ബൈ പി അലോൺ ടു ഫിനിഷ് ദ വർക്ക്. ഓക്കെ, പി ഒറ്റയ്ക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ? നേരത്തെ പോലെ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഓഫ് പി ഇൻറ്റു ടൈം പീരീഡ്. ടോട്ടൽ വർക്ക് എത്രയാ? 96 ആണ്. പിയുടെ എഫിഷ്യൻസി എത്രയാ? 3 ആണ്. ഇൻറ്റു ടൈം പീരീഡ്. ടൈം എന്ന് പറയുന്നത് എത്രയാ? 96 ഡിവൈഡഡ് ബൈ 3. 96 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 32 ആണ് അല്ലെ? നമുക്ക് എന്ത് വന്നു? ഓപ്ഷൻ സി വന്നു. ക്ലിയർ ആണേ? നമുക്ക് എന്താണോ തന്നിട്ടുള്ളത് എന്ന് നോക്കുക. ഇത്രയും കുറച്ച് മുമ്പത്തെ വരെയുള്ള ക്വസ്റ്റ്യൻസിൽ നമുക്ക് തന്നിരുന്നത് അവർക്ക് ഇന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ഒരു കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. പക്ഷെ ഇവിടുത്തെ കേസിൽ നമ്മൾ ഡയറക്റ്റ് എഫിഷ്യൻസി തന്നിരിക്കുകയാണ്. അടുത്തതിലോട്ട് പോകാലോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A, B and C can do a piece of work in 8 days. If B alone can do the same work in 18 days and C alone can do the same work in 24 days, in how many days A alone can finish the same work? Okay, നമ്മൾ നേരത്തെ ചെയ്തപ്പോ ഒക്കെ
എന്താ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടുത്തെ കേസിൽ 3 പേരുണ്ടെന്നേ ഉള്ളൂ, ഒരു മാറ്റവും ഇല്ല. എക്കും ബിക്കും സിക്കും ഒരു വർക്ക് ചെയ്യാൻ 8 ദിവസം എടുക്കും അല്ലെ. ഇനി പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ബി അലോൺ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 18 days. ബിക്ക് ഒറ്റയ്ക്ക് അതേ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 18 ദിവസം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത നോക്കാം. ആൻഡ് സി അലോൺ ക്യാൻ ഡു ദ സെയിം വർക്ക് ഇൻ 24 days. ഓക്കെ, സിക്ക് എത്ര ദിവസം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 24 ദിവസം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ ഹൗ മെനി ഡേയ്സ് എ അലോൺ ക്യാൻ ഫിനിഷ് ദ സെയിം വർക്ക്. അങ്ങനെയാണെങ്കിൽ എക്ക് ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നേരത്തെ പോലെ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കണം. ടോട്ടൽ വർക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? LCM എടുക്കണം അല്ലെ. 24ന്റെ 18ന്റെ 8ന്റെയും LCM കണ്ടുപിടിക്കണം. നോക്കിയേ എത്ര വന്നു LCM എന്ന് പറയുന്നത്? ആദ്യം 2 നോക്കാം. 12, 9, 4. ഇനിയും 2, 6, 9, 2, 3, 2, 3, 2, പിന്നെയും 3, 2, 1, 2, പിന്നെ 2 വരും അല്ലെ. LCM എന്ത് വന്നു? 2 into 2 4, 4 into 3 12, 12 into 3 36, 36 into 2 72. ഓക്കെ, നമുക്ക് ടോട്ടൽ വർക്ക് എന്ത് വന്നു? 72 വന്നു. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ LCM ഇങ്ങനെ ചെയ്തത്. ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അഥവാ ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ ഞാൻ പറഞ്ഞു, ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കാൻ LCM എടുക്കണം. ഇനി അഥവാ LCM എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ടൈം പീരീഡിൽ ഏറ്റവും വലിയ നമ്പർ നോക്കുക, 24 അല്ലെ. അതിന്റെ മൾട്ടിപ്പിൾസ് നോക്കുക. 24 കഴിഞ്ഞാൽ 24ന്റെ 2 എത്രയാ? 48. 48 ഇനി നമ്പേഴ്സ് നോക്കിയേ. 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഡിവിസിബിൾ ആകും. 18ന്റെ ടേബിളിൽ 48 ഡിവിസിബിൾ ആകുമോ? ഇല്ല. അപ്പൊ 24 into 3 നോക്കുക. 24 into 3 72. 72 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും, 18ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. ഓക്കെ, LCM എന്ന് പറയുന്നത് അതല്ലേ, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഇത് 3ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവുന്ന ഏറ്റവും ചെറിയ നമ്പർ. ഇനി നോക്കാം, നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടി. നമുക്ക് എഫിഷ്യൻസി കണ്ടുപിടിക്കാമല്ലോ. എയുടെയും ബിയുടെയും സിയുടെയും ഒരുമിച്ചുള്ള എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 72 ഡിവൈഡഡ് ബൈ 8 ആയിരിക്കും അല്ലെ. 72 ഡിവൈഡഡ് ബൈ 8 എത്രയാണ്? 9 ആണ്. അതേപോലെ ബിയുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? 72 ഡിവൈഡഡ് ബൈ 18 ആണ്, അതായത് 4 ആണ് അല്ലെ. അതേപോലെ എഫിഷ്യൻസി ഓഫ് സി എത്രയാണ്? 72 ഡിവൈഡഡ് ബൈ 24 3 ആണ്. ഇനി അങ്ങനെയാണെങ്കിൽ എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം അല്ലെ. എയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. ഇനി നമുക്ക് എന്തറിയാം? എ പ്ലസ് ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 9 ആണെന്ന് അറിയാം. അതേപോലെ ബിയുടെ എഫിഷ്യൻസി 4 ആണെന്നും സിയുടെ എഫിഷ്യൻസി 3 ആണെന്നും അറിയാലോ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് 7, അതായത് എ പ്ലസ് 4 പ്ലസ് 3 ഇസ് ഈക്വൽ ടു 9 എന്ന് എഴുതാം. 4 പ്ലസ് 3 7 ആണ്. 7 അപ്പുറത്തോട്ട് കൊണ്ടുപോയാൽ എ ഇസ് ഈക്വൽ ടു 9 മൈനസ് 7 2 എന്ന് കിട്ടും. അതായത് എയുടെ എഫിഷ്യൻസി എനിക്ക് എത്രയെന്ന് കിട്ടി? 2 എന്ന് കിട്ടി അല്ലെ. എയുടെ എഫിഷ്യൻസി 2 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ ബൈ എ എത്രയായിരിക്കും? 72 ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും. ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഓഫ് എ ആയിരിക്കും ടൈം ടേക്കൺ ബൈ എ ടു കംപ്ലീറ്റ് ദ വർക്ക് അല്ലെ. അപ്പൊ 72 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് എത്രയാണ്? 36 ആണ്. എന്ത് വന്നു? ഓപ്ഷൻ സി വന്നു. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഓക്കെ, A can do half a piece of work in 5 days. B can do 3/5 of the same work in 9 days. C can do 2/3 of the work in 8 days. In how many days can 3 of them together do the work? Okay. എന്താ പറഞ്ഞിരിക്കുന്ന? എയുടെ കേസ് നോക്കാം ആദ്യം. എക്ക് പകുതി വർക്ക്, അതായത് 1/2 വർക്ക് ചെയ്യാൻ 5 ദിവസം എടുക്കും അല്ലെ. 1/2 വർക്ക് ചെയ്യാൻ 5 ദിവസം എടുക്കും. അതായത് 2 വർക്ക് ഉണ്ടെങ്കിൽ അതിൽ ഒരു വർക്ക് ചെയ്യാൻ എക്ക് എത്ര ദിവസം എടുക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്? 5 ദിവസം എടുക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ വർക്ക് എന്ന് പറയുന്നതായിരിക്കുമല്ലോ 2. അപ്പം മുഴുവൻ വർക്കും കംപ്ലീറ്റ് ചെയ്യാൻ എക്ക് എത്ര ദിവസം എടുക്കും? 10 ദിവസം എടുക്കും അല്ലെ. എക്ക് മുഴുവൻ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 10 ദിവസം എടുക്കും. അതായത് മൊത്തം 2 വർക്ക് ഉണ്ടെങ്കിൽ അതിൽ ഒരു വർക്ക് ചെയ്യാൻ 5 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ മൊത്തം വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 10 ദിവസം എടുക്കും. അതേപോലെ ബിയുടെ കേസ് നോക്കാം. അതേ വർക്കാണ്. ബി ക്യാൻ ഡു 3/5 ഓഫ് ദ സെയിം വർക്ക് ഇൻ 9 days. അതായത് 5 വർക്ക് ഉണ്ടെങ്കിൽ അതിലെ 3 വർക്ക് ചെയ്യാൻ ബിക്ക് എത്ര ടൈം എടുക്കും എന്നാ പറഞ്ഞേക്കുന്നത്?
9 ദിവസം എടുക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. 3 വർക്ക് ചെയ്യാൻ 9 ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ എന്തായിരിക്കും? 9/3 ആയിരിക്കും. 9/3 എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അതായത് ഒരു ദിവസം 3 വർക്ക് ചെയ്യും. ഒന്നെന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അങ്ങനെയാണെങ്കിൽ 5 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? ഒരു വർക്ക് ചെയ്യാൻ 3 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 5 വർക്ക് ചെയ്യാൻ 15 ദിവസം എടുക്കും. ഓക്കെ, അപ്പൊ ബിക്ക് ടോട്ടൽ വർക്ക് ചെയ്യാൻ എത്ര സമയം എടുക്കും? 15 ദിവസം എടുക്കും. ഓക്കെ, ഇനി അഥവാ ഇങ്ങനെ നോക്കുന്ന നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ടോട്ടൽ വർക്ക് എക്സ് ആണെന്ന് അസ്യൂം ചെയ്യാം, അല്ലേ? അതായത് 1/2 ഓഫ് എക്സ്, 1/2 ഓഫ് എക്സ് വർക്ക് ചെയ്യാനാണ് 5 ദിവസം. അങ്ങനെയാണെങ്കിൽ എക്സ് വർക്ക് ചെയ്യാൻ എത്ര ദിവസം? 5 × 2 10 ദിവസം. അതേപോലെ അടുത്തേ നോക്കാം, 3/5 വർക്ക്, അതായത് 3/5 ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് എത്ര? 9 ദിവസം. അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാ? ഈ 3ഉം ഈ 9ഉം കട്ട് ചെയ്യാം, 15. അടുത്തേ നോക്കി, 2/3 ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് 8 ദിവസം. 2/3 ഓഫ് എക്സ് എന്ന് പറയുന്നതാണ് 8 ദിവസം. അങ്ങനെയാണെങ്കിൽ ഈ 2ഉം ഈ 8ഉം ക്യാൻസൽ ചെയ്യാം, എക്സ് ഈസ് ഈക്വൽ ടു 12. അല്ലാതെയും നോക്കാം, എന്താ? 2/3, അതായത് മൊത്തം 3 വർക്ക് ഉണ്ടെങ്കിൽ അതിലെ 2 വർക്ക് ചെയ്യാൻ 8 ദിവസം എടുക്കും. 2 വർക്ക് ചെയ്യാൻ 8 ദിവസം എടുക്കുമെങ്കിൽ ഒരു വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 4 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 3 വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 12 ദിവസം എടുക്കും. അതായത് 4 × 3 12 ദിവസം എടുക്കും. പക്ഷെ സിക്കും അതേ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 12 ദിവസം എടുക്കും. ഇത് മാത്രമേ ഉള്ളൂ ഇതിൽ ഇത്തിരി കൺഫ്യൂസിംഗ് ആയിട്ട് വരും. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇനി ബാക്കി നോക്കിയേ, ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ 3 ഓഫ് ദം ടുഗെദർ ഡു ദ വർക്ക്? അങ്ങനെയാണെങ്കിൽ ഒരു 3 പേരോട് ഒരുമിച്ച് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ പോലെ എന്ത് ചെയ്യുക? ആദ്യം LCM എടുക്കുക. നോക്കിയേ, നേരത്തെ പറഞ്ഞ രീതി നോക്ക്. 15, 15ന്റെ ഇരട്ടി എത്ര? 30. 30 12ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഇല്ല. 45, 45 12ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഇല്ല. അടുത്ത 15 × 4 60, 60 10ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ആകും. 15ന്റെ ടേബിളിൽ ആകും. 12ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ആകും. അപ്പൊ നമുക്ക് LCM എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടി? 60 എന്ന് കിട്ടി. അപ്പൊ 60 ആണ് എന്തെന്ന് പറയുന്നത്? എന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി എത്രയായിരിക്കും? എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുന്നത് എത്രയായിരിക്കും? എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുന്നത് 60 / 10 ആണ്. അതായത് എത്രയാണ്? 6 ആണ്, അല്ലെ? അതേപോലെ എഫിഷ്യൻസി ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 60 / 15 4 ആണ്. അതേപോലെ എഫിഷ്യൻസി ഓഫ് സി എന്ന് പറയുന്നത് 60 / 12 ആണ്. അതായത് എത്ര? 5 ആണ്, അല്ലെ? നമുക്ക് കിട്ടി. ഇനി 3 പേരുടെ എഫിഷ്യൻസി എത്രയായിരിക്കും? എഫിഷ്യൻസി ഓഫ് എ പ്ലസ് ബി പ്ലസ് സി എത്രയാ? 6 + 4 + 5 ആണ്. അതായത് എത്ര? 15 ആണ്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇവർ 3 പേർ കൂടെ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. അതായത് ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഓഫ് എ ബി ആൻഡ് സി ഇൻറ്റു ടൈം പീരീഡ്. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 60 ആണ്. അവരുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 15 ആണ്. 60 / 15 ആണ് എന്താന്ന് പറയുന്നത്? ടോട്ടൽ ടൈം ടേക്കൺ ബൈ ഓൾ 3 ഓഫ് ദം. 60 / 15 എത്ര? 4. അപ്പൊ ഇവർ 3 പേർ കൂടെ എത്ര ദിവസം എടുക്കും ആ സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? ഒരുമിച്ച് വർക്ക് ചെയ്താൽ 4 ദിവസം എടുക്കും. ക്ലിയർ അല്ലേ? അടുത്തതിലോട്ട് മൂവ് ചെയ്യാലോ. അടുത്ത ദിവസം A and B do work in 8 days, B and C do it in 24 days, and C and A do it in 60 / 7 days. In how many days C alone can do the whole work? Okay, നമുക്ക് നോക്കാം എന്താ തന്നിട്ടുള്ള. എക്കും ബിക്കും കൂടെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 8 ദിവസം എടുക്കും. അതേപോലെ ബിക്കും സിക്കും അതേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്? 24 ദിവസം. അതേപോലെ സിക്കും എക്കും സെയിം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 60 / 7 ഡേയ്സ് എടുക്കും. ഓക്കെ, ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത്? ഇൻ ഹൗ മെനി ഡേയ്സ് സി അലോൺ ക്യാൻ ഡു ദ സെയിം വർക്ക്? അങ്ങനെയാണെങ്കിൽ സിക്ക് മാത്രമായിട്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ വേറൊരു സ്റ്റേറ്റ്മെന്റോട് അറിഞ്ഞിരിക്കുക. നമുക്കിപ്പോ തന്നിരിക്കുന്നത് എയും ബിയും എക്സ് വർക്ക് ചെയ്യുമെന്ന് വിചാരിക്കുക. എക്സ് ദിവസത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. അതേപോലെ ബിയും സിയും വൈ ദിവസത്തിലെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. അതേപോലെ സിയും എയും ഇസഡ് ദിവസത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവര് 3 പേർക്കും കൂടെ, അതായത് എയും ബിയും സിയും കൂടെ ചേർന്നാൽ എത്ര ദിവസത്തിലായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. എയും ബിയും സിയും കൂടെ എത്ര ദിവസത്തിൽ ഒരുമിച്ച് വർക്ക് ചെയ്താൽ എത്ര ദിവസത്തിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതിനൊരു ഇക്വേഷൻ ഉണ്ട്. അതാണ് 2xyz / xy + yz + xz.
ഓക്കെ, എക്കും ബിക്കും എക്സ് ദിവസമാണെങ്കിൽ ബിക്കും സിക്കും വൈ ദിവസമാണെങ്കിൽ സിക്കും എക്കും ഇസഡ് ദിവസമാണെങ്കിൽ എയും ബിയും സിയും കൂടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം എടുക്കും? 2x into y into z divided by xy plus yz plus xz. ഓക്കെ, അത് ഓർത്തിരിക്കുക. പക്ഷെ നമുക്ക് അത് ഈ ക്വസ്റ്റ്യനിൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താണ് വേണ്ടത്? സി ഒറ്റയ്ക്ക് വർക്ക് ചെയ്താൽ എത്ര ദിവസത്തിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. ഇതും നിങ്ങൾ ആ രീതിയിൽ തന്നെ ചെയ്യാം. ഓക്കെ, സത്യത്തില് ഈ എ ബി സി ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മെത്തേഡിലും ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, എല്ലാം ഈ മെത്തേഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നോക്കുക, നേരത്തെ പോലെ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ വർക്ക് കണ്ടുപിടിക്കുക. ടോട്ടൽ വർക്ക് എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കുന്നത്? LCM എടുക്കും അല്ലെ? പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. എന്തുണ്ട്? ഒരു ഫ്രാക്ഷൻ ഉണ്ട് അല്ലെ, 60 divided by 7 എന്ന് പറഞ്ഞ ഒരു നമ്പർ ഉണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഡിനോമിനേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യേ വേണ്ട. ഓക്കെ, അതിന്റെ കാരണം എന്താന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഡിനോമിനേറ്റർ ഇല്ലെന്ന് തന്നെ വിചാരിക്കുക. ഓക്കെ, നിങ്ങൾ അത് കണ്ടിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാതിരിക്കണം. ഇനി നോക്കിയേ, ഡിനോമിനേറ്റർ ഇല്ലെന്ന് വിചാരിച്ചേ ബാക്കി എന്തൊക്കെയുള്ള? 8, 24, 60. 8, 24, 60. അതിന്റെ LCM എടുക്കാമല്ലോ. അതിന്റെ LCM എന്ന് പറയുന്നത് എത്രയാണ്? 60 ആണ് ഏറ്റവും വലിയ നമ്പർ. പക്ഷെ 60 24ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവില്ല. 60ന്റെ ഇരട്ടി എടുത്തേ 120. 120 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും, 24ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും. അതേപോലെ 60ന്റെ ടേബിളും എന്താകും? ഡിവിസിബിൾ ആകും അല്ലെ? ഇപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര കിട്ടി? 120 എന്ന് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ എ പ്ലസ് ബി ഡെഫിഷ്യൻസി എന്തായിരിക്കും? ശ്രദ്ധിക്കുക, എ പ്ലസ് ബി ഡെഫിഷ്യൻസി ആണ് അല്ലെ? എ പ്ലസ് ബി ഡെഫിഷ്യൻസി എത്രയായിരിക്കും? 120 divided by 8 ആയിരിക്കും. 120 divided by 8 എത്ര? 15 ആണ്. അതേപോലെ ബി പ്ലസ് സി ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 120 divided by 24 ആണ്. അതായത് എത്രയാണ്? 5 ആണ്. ഓക്കെ, എത്രയാണ്? 5 ആണ്. അതേപോലെ സി പ്ലസ് എയുടെ എഫിഷ്യൻസി നോക്കി. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് ഫ്രാക്ഷൻ നോക്കണ്ട എന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇക്വേഷൻ എന്താ? എഫിഷ്യൻസി എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം പീരീഡ് ആണ്. ഇനി അഥവാ ടൈം എന്ന് പറയുന്നത് ഫ്രാക്ഷനിലാണെങ്കിലും ഈ ഡിനോമിനേറ്ററിൽ ഉള്ളത് ഇവിടുത്തെ കേസിൽ വരാൻ നേരത്തെ അത് എന്താവും? നേരെ ന്യൂമറേറ്ററിലോട്ട് പോകും. അതുകൊണ്ട് വലിയ ഇഷ്യൂ വരുത്തില്ല. അതായത് ഇവിടുത്തെ കേസ് എടുത്ത് നോക്കിയേ, എഫിഷ്യൻസി ഓഫ് സി പ്ലസ് എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ വർക്കായ 120 divided by 60 divided by 7. ഈ 7 നേരെ എന്ത് ചെയ്യാണ്? മേളിലോട്ട് പോവാണ് അല്ലെ? ഈ 60യും 120യും 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. ഈ മേളില് 7 മേളിൽ പോകുന്നിടത്ത് 2 into 7 ആണ്. അതായത് എത്ര വന്നു? 14 വന്നു. ഓക്കെ, 14 കിട്ടി. ഇനി നോക്കി എന്തൊക്കെയാ തന്നിട്ടുള്ള? എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി 15 ആണ്. ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി 5 ആണ്. സി പ്ലസ് എയുടെ എഫിഷ്യൻസി 14 ആണ്. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കി, നമുക്ക് എന്താ വേണ്ടത്? ഇൻ ഹൗ മെനി ഡേയ്സ് സി അലോൺ ക്യാൻ ഡു ദ സെയിം വർക്ക് അല്ലെ? സിക്ക് ഒറ്റയ്ക്ക് ആ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് നോക്കേണ്ടത്. അതിന് നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? എ പ്ലസ് ബിയുടെ എഫിഷ്യൻസി കിട്ടി, ബി പ്ലസ് സിയുടെ എഫിഷ്യൻസി കിട്ടി, സി പ്ലസ് എയുടെ എഫിഷ്യൻസി കിട്ടി. ഇനി ഇതിൽ നിന്ന് നമ്മൾ സിയുടെ എഫിഷ്യൻസി മാത്രമായിട്ട് എഴുതണം അല്ലെ? നോക്കിയേ, ഈ ഇക്വേഷൻ നോക്കിയേ, സിയുടെ എഫിഷ്യൻസി മാത്രം കണ്ടുപിടിക്കാം. ബി പ്ലസ് സി ഇസ് ഈക്വൽ ടു 5 ആണ്. അതിൽ നിന്ന് ബി എന്നുള്ളതിന് എനിക്ക് എങ്ങനെ എഴുതാം? 5 മൈനസ് സി എന്ന് എഴുതാലോ. ഇത് ഈ ബി ഇസ് ഈക്വൽ ടു 5 മൈനസ് സി എന്നുള്ളത് ഞാൻ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എ പ്ലസ് ബി ഇസ് ഈക്വൽ ടു 15 എന്ന് പറയുന്ന ഇക്വേഷനിൽ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എന്ത് വരും? എ പ്ലസ് ബിക്ക് പകരം എന്ത് വരും? 5 മൈനസ് സി ഇസ് ഈക്വൽ ടു 50. എ പ്ലസ് 5 മൈനസ് സി ഇസ് ഈക്വൽ ടു 50. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ വരും? എ മൈനസ് സി ഈസ് ഈക്വൽ ടു, ഈ പ്ലസ് 5 അങ്ങോട്ട് വന്നിട്ട് മൈനസ് ആകും. 15 മൈനസ് 5 10. ഓക്കെ, എ മൈനസ് സി 10 എന്ന് കിട്ടി. ഇവിടെ സി പ്ലസ് എ 14 എന്നും ഉണ്ട്. ഇനി ശ്രദ്ധിക്കുക, സി മൈനസ് എ ഇസ് ഈക്വൽ ടു 10. ഇതിനെ എനിക്ക് എ മൈനസ് സി ഇസ് ഈക്വൽ ടു 10. സി മൈനസ് എ ഇസ് ഈക്വൽ ടു മൈനസ് 10 എന്ന് എഴുതാലോ. കാരണം ഈ പ്ലസ് 10നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന എന്താകും? മൈനസ് 10 ആകും. അതേപോലെ ശ്രദ്ധിക്കുക, ഈ പ്ലസ് എനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ എന്താകും? മൈനസ് എ ആകും. ഈ മൈനസ് സി ഇങ്ങോട്ട് പോയാൽ എന്താകും? പ്ലസ് സി ആകും. അതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പ്ലസ് സി മൈനസ് എ ഇസ് ഈക്വൽ ടു മൈനസ് 10. ഓക്കെ, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, സി പ്ലസ് എ ഇസ് ഈക്വൽ ടു 14. ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, സി മൈനസ് എ ഇസ് ഈക്വൽ ടു മൈനസ് 10. ഇതിനെയും ഞാൻ ആഡ് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? സി പ്ലസ് എ പ്ലസ് സി മൈനസ് എ ഈസ് ഈക്വൽ ടു 14 മൈനസ് 10. നിങ്ങൾക്ക് ഒന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്യാണ്ട്
ഈ സ്റ്റെപ്പ് ചെയ്യാണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, കൂട്ടുന്നതിന് പകരം കുറച്ചാൽ മതി. കാരണം ഇത് ഡയറക്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ സിയും ക്യാൻസൽ ആയിപ്പോ. എനിക്ക് എന്താ വേണ്ട, സിയുടെ എഫിഷ്യൻസിയാണ് വേണ്ടത്. നിങ്ങൾ ആദ്യം എയുടെ എഫിഷ്യൻസി കണ്ട് പിന്നെ സിയുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. പക്ഷെ അതെന്താണ്, ഒരുപാട് ടൈം പോകും, അതുകൊണ്ടാണ് ചെയ്യാം. ഓക്കെ, ഇനി നോക്കിയേ, പ്ലസ് എയും മൈനസ് എയും ക്യാൻസൽ ആയിപ്പോയി. സി പ്ലസ് സി എത്ര, 2c. 14 നിന്ന് 10 പോയി കഴിഞ്ഞാൽ 4. സിയുടെ എഫിഷ്യൻസി 4 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. അത് എത്രയാണ്, 2 ആണ്. സിയുടെ എഫിഷ്യൻസി 2 കിട്ടി. ഇനി എളുപ്പമല്ലേ, ഇനി എന്ന് പറയുന്നത് എത്ര, ടോട്ടൽ വർക്ക് 20 ആണ്. അതെന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ആണ് ടൈം പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര കിട്ടി, 120 ഡിവൈഡഡ് ബൈ 2, 60 ഡേയ്സ് എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ സിക്ക് ഒറ്റയ്ക്ക് എത്ര ദിവസം എടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, 60 ദിവസം എടുക്കും. ക്ലിയർ ആണോ? ഓക്കെ, ഈ ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്ത് വെക്കണേ, മറക്കല്ലേ. ഓക്കെ, സോറി. ഓക്കെ, ഇത് മുമ്പ് CGL ചോദിച്ചൊരു ക്വസ്റ്റ്യനാ. A and B working alone can complete a work in 8 and 12 days. Okay, they started working together, but A left 2 days before the completion of work. In how many days was the work completed? Okay, നമുക്ക് നോക്കാം എന്താ തന്നിട്ടുള്ള. എയും ബിയും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എക്ക് 8 ദിവസവും ബിക്ക് 12 ദിവസവും എടുക്കുമെന്നാണ് തന്നിട്ടുള്ളത്, അല്ലെ? ഈ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ, അവർ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങി. പക്ഷേ 2 ദിവസം വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന് 2 ദിവസം മുമ്പ് ആര് പോയി, എ ലെഫ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുത്തിട്ടാണ് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്നാണ് ചോദ്യം, അല്ലെ? നമുക്ക് നോക്കാം. നമുക്ക് ടോട്ടൽ വർക്ക് നേരത്തെ പോലെ കണ്ടുപിടിക്കാം. ടോട്ടൽ വർക്ക് എന്ന് പറയുന്ന LCM ആണ്. 8ന്റെയും 12ന്റെയും LCM 12ന്റെ ഇരട്ടി 24. 24 8ന്റെ ഡബിൾ ഡിവിസിബിൾ ആകും. അപ്പൊ ടോട്ടൽ വർക്ക് എത്ര വന്നു, 24 എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാലോ. എഫിഷ്യൻസി എത്ര വന്നു, എയുടെ എഫിഷ്യൻസി എത്രയാ, 24 ഡിവൈഡഡ് ബൈ 8 ആണ്, അല്ലെ? അത് എത്രയാ, 3 ആണ്. ബിയുടെതോ 24 ഡിവൈഡഡ് ബൈ 12, 2 ആണ്. ഓക്കെ, ഇനി നോക്കിയേ, എന്താ പറഞ്ഞേക്കുന്നത്, അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു, അല്ലെ? ഒരുമിച്ച് വർക്ക് ചെയ്തെങ്കിൽ എന്താ, ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു, ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ആദ്യം എ വർക്ക് ചെയ്ത എത്രയാ, എഫിഷ്യൻസി ഓഫ് എ ഇൻറ്റു ടൈം പീരീഡ്, ടൈം ടേക്കൺ ബൈ എ, പ്ലസ് എഫിഷ്യൻസി ഓഫ് ബി ഇൻറ്റു ടൈം ടേക്കൺ ബൈ ബി, അല്ലെ? ഇതിലെ ടോട്ടൽ വർക്കായ 24 ഈക്വൽ ആവുന്നത്. കാരണം അവർ രണ്ടുപേരോട് ഇനി ഒരുമിച്ച് വർക്ക് ചെയ്യാൻ നേരത്ത് നോക്കാം. ഇതേ നോക്കിയേ, ടോട്ടൽ വർക്ക് അതായത് 24 ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഓഫ് എ എത്രയാണ്, 3 ആണ്. ഇനി ശ്രദ്ധിക്കുക, ടൈം ടേക്കൺ ബൈ എ എത്രയാ, അറിയില്ല. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട, എ എന്ന് പറയുന്നത് വർക്ക് കംപ്ലീറ്റ് ആവുന്നതിന് 2 ദിവസം മുമ്പ് പോയി. അപ്പൊ ശ്രദ്ധിക്കുക, ടൈം എടുത്തത് x ദിവസം എന്ന് വിചാരിക്കുക. അതായത് x ദിവസത്തിലാണ് എന്ത്, ടൈം വർക്ക് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, വർക്ക് കംപ്ലീറ്റ് ചെയ്തത് എത്ര ദിവസത്തിലാണ്, x ദിവസത്തിലാണ്. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ നോക്കാം. അങ്ങനെയാണെങ്കിൽ എക്ക് എത്ര ദിവസം എടുക്കും, എക്സിനേക്കാൾ 2 ദിവസം കുറച്ചായിരിക്കും എടുക്കുന്നത്, അല്ലെ? കാരണം മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ x ദിവസം എടുക്കും. പക്ഷെ ആ x ദിവസത്തിന് 2 ദിവസം മുമ്പ് ആര് പോയി, എ പോയി. അപ്പൊ എ എത്ര ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ, x-2 ഡേയ്സേ എ വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പം എഫിഷ്യൻസി ഓഫ് എ ഇൻറ്റു ടൈം ടേക്കൺ ബൈ എ എന്നുള്ളതിന് എനിക്ക് എങ്ങനെ എഴുതാം, എഫിഷ്യൻസി ഓഫ് എ എന്ന് പറയുന്നത് 3 ആണ്, 3 ഇൻറ്റു x-2 ആണ്. ഓക്കെ അല്ലേ? അതേപോലെ ബിയുടെ കേസ് എങ്ങനെ വരും, പ്ലസ് എഫിഷ്യൻസി ഓഫ് ബി എത്രയാണ്, 2 ആണ്. ടൈം ടേക്കൺ ബൈ ബി x ആണ്, കാരണം മുഴുവൻ ദിവസം x ഉണ്ട്. ഇത് എഴുതാലോ, 24 ഈസ് ഈക്വൽ ടു 3x മൈനസ് 6 പ്ലസ് 2x, അല്ലെ? ഇനി നോക്കാം, ഈ 6 അങ്ങോട്ട് വന്നിട്ട് പ്ലസ് ആകും, 30 ആകും, അല്ലെ? 24 പ്ലസ് 6 ആകും, ഈസ് ഈക്വൽ ടു 3x പ്ലസ് 2x 5x. അങ്ങനെയാണെങ്കിൽ x എന്ന് പറയുന്നത് എത്ര വന്നു, 6 എന്ന് വന്നു. ഓപ്ഷൻ എന്ത് വന്നു, ഓപ്ഷൻ എ വന്നു. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതേപോലത്തെ എ ബി ആൻഡ് സി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 24, 30 and 40 days respectively. They began the work together, but C left 4 days before the completion of the work. In how many days was the work done? നമ്മളിപ്പോ ചെയ്ത പോലെ തന്നെ, അല്ലെ? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എ എത്ര ദിവസം എടുത്തു, 24 ദിവസം എടുത്തു ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ബി 30 ദിവസം എടുത്തു ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. സി 40 ദിവസം എടുത്തു ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര, ഇതിന്റെ LCM ആണ്
നോക്കാം. 40ന്റെ ഇരട്ടി 80. 80 30ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആവില്ല. 40 × 3 120. 120 എന്ന് പറയുന്നത് 30ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകും, അതേപോലെ 24ന്റെ ടേബിളിലും ഡിവിസിബിൾ ആകും അല്ലെ. ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എന്ത് കിട്ടി? 120 കിട്ടി. അങ്ങനെയാണെങ്കിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാലോ. എഫിഷ്യൻസി ഓഫ് എ എത്രയാണ്? 120 ഡിവൈഡഡ് ബൈ 24 5 ആണ്. 120 ഡിവൈഡഡ് ബൈ 34 ആണ്. 120 ഡിവൈഡഡ് ബൈ 43 ആണ്. എഫിഷ്യൻസി കിട്ടി. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? They began the work together but C left 4 days before the completion of work. Okay, നേരത്തെ പോലെ total work is equal to efficiency of A into time taken by A. മൊത്തം x ദിവസത്തിലാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്ന് വിചാരിക്കുക. ആ x ദിവസത്തിലും ആര് വർക്ക് ചെയ്യുന്നുണ്ട്? A വർക്ക് ചെയ്യുന്നുണ്ട്. A ഒരു ദിവസം 5 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ x ദിവസം എത്ര വർക്ക് ചെയ്യും? 5x വർക്ക് ചെയ്യും അല്ലേ. അതേപോലെ B യും എന്ത് ചെയ്യുന്നുണ്ട്? ഫുൾ ഡേയ്സ് ഉണ്ട്. ബി ഒരു ദിവസം 4 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എക്സ് ദിവസം എത്ര വർക്ക് ചെയ്യും? 4x വർക്ക് ചെയ്യും അല്ലെ. ഇനി സി മൊത്തം എക്സ് ദിവസത്തിൽ ഒരു വർക്ക് കംപ്ലീറ്റ് ആകും. പക്ഷേ സി എത്ര ദിവസം ഉണ്ടായിരുന്നുള്ളൂ? എക്സിനേക്കാൾ 4 ദിവസം കുറവേ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ. അപ്പം എക്സിന്റെ എഫിഷ്യൻസി 3 ആണെന്നുണ്ടെങ്കിൽ സി എത്ര വർക്ക് ചെയ്തു? 3 × x - 4 വർക്ക് ചെയ്തു അല്ലെ. ഇതിന് ചെയ്യാലോ. 120 is equal to 5x plus 4x എത്ര വന്നു? 9x plus 3x minus 12 വന്നു. അതായത് 12x is equal to, നിങ്ങൾ ശ്രദ്ധിക്കണേ, സൈൻ എപ്പോഴും ശ്രദ്ധിക്കണം. ഈ -12 അങ്ങോട്ട് വന്നിട്ട് എന്താണ് ആവുന്നത്? +12 ആണ് ആവുന്നത്. അത് മൈനസ് എഴുതി വെക്കരുത്. മൈനസ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓപ്ഷനിൽ കാണാൻ ആൻസർ തെറ്റായിരിക്കും. ഇനി നോക്കി, ഈ -12 അങ്ങോട്ട് വന്നിട്ട് +12 ആയി അല്ലെ. 120 + 12 എത്രയാണ്? 132 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്ര വന്നു? 132 ഡിവൈഡഡ് ബൈ 12 എത്രയാണ്? 11 ആണ്. നമ്മളോട് എന്താ ചെയ്യുന്നത്? ഇൻ ഹൗ മെനി ഡേയ്സ് വാസ് ദ വർക്ക് ഡൺ? ഓക്കെ, എത്ര ദിവസം എടുത്തു? എക്സലിലെ ടോട്ടൽ വർക്ക് എടുത്ത ദിവസം, അതായത് 11 ദിവസം എടുത്തു. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നതെന്ന് ചോദിക്കും. ഇനി ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണെങ്കിലോ, ഹൗ മെനി ഡേയ്സ് ഡിഡ് സി വർക്ക് ഫോർ ഹൗ മെനി ഡേയ്സ് ഡിഡ് സി വർക്ക്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്രയാ? ചിലപ്പം 11 ആണെന്ന് നമ്മൾ ചാടി കൊടുക്കരുത്. കാരണം സി 11 ദിവസം ഇല്ലായിരുന്നു. സി എത്ര ദിവസം ഉണ്ടായിരുന്നുള്ളൂ? സി മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ദിവസത്തേക്കാൾ 4 ദിവസം കുറച്ചാണ് വർക്ക് ചെയ്തത്. അതായത് മൊത്തം 11 ദിവസം വർക്ക് ഉണ്ടെങ്കിൽ എയും ബിയും മാത്രം എന്ത് ചെയ്തിട്ടുള്ളൂ? 11 ദിവസം വർക്ക് ചെയ്തിട്ടുള്ളൂ. സി എത്ര ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ? 7 ദിവസമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. 11 - 4 7. ഓക്കെ, അത് ക്വസ്റ്റ്യൻ ഫുള്ള് വായിക്കുക എന്നിട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. To do a certain work, the ratio of efficiency of x and y is 5:4. Working together, x can complete the same work in 10 days. Y alone start the work and left after 5 days. X alone will complete the remaining work in. Okay, നമുക്ക് എന്താ തന്നിട്ടുള്ള? എക്സിന്റെയും വൈയുടെയും എഫിഷ്യൻസി ആണ് തന്നിട്ടുള്ള. എത്രയെന്ന്? 5:4 എന്ന്. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? വർക്കിംഗ് ടുഗെദർ എക്സ് ആൻഡ് വൈ ക്യാൻ കംപ്ലീറ്റ് ദ സെയിം വർക്ക് ഇൻ 10 days. അവർ രണ്ടുപേരുടെ ഒരുമിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 10 ദിവസത്തിൽ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്? വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എത്രയാ? ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എഫിഷ്യൻസി ഇൻറ്റു ടൈം പീരീഡ് ആണ്. ഇവർ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്താൽ അവരുടെ എഫിഷ്യൻസി എത്രയാ? 5 + 4 9 ആണ് അല്ലെ. ഇനി അവർ എത്ര ദിവസം വർക്ക് ചെയ്തു? 10 ദിവസം വർക്ക് ചെയ്തു. അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാ? 9 × 10 ആണ്, 90 ആണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? ഇനി സ്റ്റേറ്റ്മെന്റ് നോക്കി, എന്താ പറഞ്ഞിരിക്കുന്നത്? വൈ അലോൺ സ്റ്റാർട്ട് ദ വർക്ക് ആൻഡ് ലെഫ്റ്റ് ആഫ്റ്റർ 5 days. വൈ ഒറ്റയ്ക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങി, എന്നിട്ട് 5 ദിവസം കഴിഞ്ഞപ്പോൾ നിർത്തി അല്ലെ. വൈ ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്തു. വൈ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? വൈ ഒരു ദിവസം 4 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം വർക്ക് ചെയ്തു? വൈ 5 ദിവസം വർക്ക് ചെയ്തു. ഒരു ദിവസം 4 വർക്ക് ചെയ്യുമെങ്കിൽ 5 ദിവസം എത്ര വർക്ക് ചെയ്യും? 5 × 4 20 വർക്ക് ചെയ്യും. ഇനി നോക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? എക്സ് വിൽ കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക്. ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എക്സിന് എത്ര ദിവസം എടുക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. മൊത്തം 90 വർക്ക് ഉണ്ടായിരുന്നു. അതിലെ 20 വർക്ക് വൈ ചെയ്തു. ബാക്കി എത്ര വർക്കേ ഉള്ളൂ? റിമൈനിങ് വർക്ക് എന്ന് പറയുന്നത് എത്രയാ? 90 - 20 70 ആണ് അല്ലെ. 70 വർക്ക് ചെയ്യാൻ എക്സിന് എത്ര സമയം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് എന്താണ്? 70 ഡിവൈഡഡ് ബൈ 5 ആയിരിക്കും. 70 ഡിവൈഡഡ് ബൈ എഫിഷ്യൻസി ഓഫ് എക്സ് ആയിരിക്കും അല്ലെ. 70 ഡിവൈഡഡ് ബൈ 5 എത്രയാണ്? 40. അതായിരിക്കും എന്തെന്ന് പറയുന്നത്? ടൈം ടേക്കൺ ബൈ എക്സ് ടു കംപ്ലീറ്റ് ദ റിമൈനിങ് വർക്ക് അല്ലെ. നമുക്ക് എന്ത് കിട്ടി? 14 എന്ന് കിട്ടി. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? അടുത്തതിലോട്ട് പോകാലോ.
Okay. 15 people, if 15 people take 5 days to complete a job, in how many days can 25 people finish that work? എടാ ഇതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും. ഇത് ഈ പറഞ്ഞ രീതിയിലും ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പക്ഷെ നിങ്ങൾ ആ ഇക്വേഷൻ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 15 പീപ്പിള് 5 ദിവസം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഞാൻ എന്ത് ചെയ്യാണ്, 5 × 15 ആണെന്ന് അസ്യൂം ചെയ്യാം. 5 × 15 എത്രയാണ്? 75. ഓക്കെ, എന്റെ ടോട്ടൽ വർക്ക് 75 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കുക, എന്റെ ടോട്ടൽ വർക്ക് 75 ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തു. അതും ഞാൻ എന്തിനാ അസ്യൂം ചെയ്തെന്നുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് 15 ആളുകള് 5 ദിവസം 75 വർക്ക് ചെയ്യും, അല്ലേ? അതിലെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 5 ദിവസം 75 വർക്ക് ചെയ്യും 15 ആളുകൾ. അങ്ങനെയാണെങ്കിൽ 15 ആളുകൾ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 15 ആളുകൾ, ശ്രദ്ധിക്കുക, 15 ആളുകൾ 5 ദിവസം 75 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 75 ഡിവൈഡഡ് ബൈ 5. അതായത് എത്ര വന്നു? 15 വന്നു. അതായത് 15 ആളുകൾ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 15 വർക്ക് ചെയ്യും, അല്ലേ? 15 ആളുകൾ ഒരു ദിവസം 15 വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരാൾ ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 15 ആള് 15 വർക്ക് ചെയ്യുമെങ്കിൽ ഒരാൾ എത്ര വർക്ക് ചെയ്യും? ഒരു വർക്ക് ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ 15 × 5 എടുത്തത്. ഓക്കെ, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടമുള്ള എടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ X എന്നോ 10 എന്നോ 100 എന്നോ ഇഷ്ടമുള്ള എടുക്കാം. ഞാൻ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടി ചെയ്തു തന്നേ ഉള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ എന്താ? ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ 25 പീപ്പിൾ ഫിനിഷ് ദാറ്റ് വർക്ക്? ഓക്കെ, ഒരാള് ഒരു വർക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 25 ആള് ഒരു ദിവസം എത്ര വർക്ക് ചെയ്യും? 25 വർക്ക് ചെയ്യും, അല്ലേ? 25 വർക്ക് ചെയ്യും. ഈ 25 എന്ന് പറയുന്നതാണ് എന്ത്? 25 ആളുടെ എഫിഷ്യൻസി. ഇനി നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്ന, ഈ 75 വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്? ഒരു ദിവസം 25 വർക്ക് ചെയ്യും. അതായത് നേരത്തെ പോലെ ടോട്ടൽ വർക്ക് ഈസ് ഈക്വൽ ടു എഫിഷ്യൻസി ഇൻറ്റു ടൈം പീരീഡ്. ടോട്ടൽ വർക്ക് എത്ര? 75 ആണ്. 75 ഡിവൈഡഡ് ബൈ 25. എഫിഷ്യൻസി 25 അല്ലേ? അതായത് 25 ആളുകളുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയാണ്? 25 ആണ്. അപ്പൊ 75 ഡിവൈഡഡ് ബൈ 25 ആണ് എന്ത്? ടൈം ടേക്കൺ. അത് എത്രയാണ്? 3 ആണ്, അല്ലെ? 3 ആണ്. ഓപ്ഷൻ എന്ത് വന്നു? സി വന്നു. ഓക്കെ, ക്ലിയർ ആണ്? ഇനി നിങ്ങൾക്കുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്, അത് ജസ്റ്റ് പഠിച്ചു നോക്കാം. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. M1 people do W1 work in D1 days. In D1 days, working T1 hours. Okay, T1 hour. And M2 people can do W2 work in D2 days, working T2 hour. Then അങ്ങനെയാണെന്നുണ്ടെങ്കിൽ M1 D1 T1 ഡിവൈഡഡ് ബൈ W1 എന്ന് പറയുന്നത് M2 D2 T2 ഡിവൈഡഡ് ബൈ W2 ആണ്. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. ഈ M1 പീപ്പിൾ, ആ പീപ്പിൾ എല്ലാവരുടെയും, ഇവിടെ M2 പീപ്പിളും ഇല്ലേ, ഈ രണ്ട് പീപ്പിളിന്റെയും എഫിഷ്യൻസി സെയിം ആയിരിക്കണം. ഒബ്വിയസ്ലി സെയിം ആയിരിക്കും എല്ലാ കേസിലും. അത് ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ സെയിം ആളുകളെ കൊണ്ട് തന്നെയല്ലേ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അത് ജസ്റ്റ് നോക്കുക. കണ്ടീഷൻ എന്താണ്? രണ്ടിടത്തുള്ള പീപ്പിളിന്റെ എഫിഷ്യൻസി സെയിം ആയിരിക്കണം. മോസ്റ്റ്ലി ഒബ്വിയസ്ലി തരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിലും അങ്ങനെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ്? M1 D1 T1 ഡിവൈഡഡ് ബൈ W1 എന്ന് പറയുന്നത് M2 D2 T2 ഡിവൈഡഡ് ബൈ W2 ആണ്. ഇനി നിങ്ങൾക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതിനകത്ത് ടൈം ഹവർ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഈ ക്വസ്റ്റ്യനകത്ത് ഹവർ ഉണ്ടെന്നേ വിചാരിക്കേണ്ട. ഓക്കെ, അതായത് T1 അവേഴ്സ് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. T1 അവർ ഉണ്ടോ? ഇല്ല. നമുക്ക് ഡേയ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? M1 D1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2 D2 ഡിവൈഡഡ് ബൈ W2.
നോക്കിയേ, അങ്ങനെയാണെങ്കിൽ എങ്ങനെ വരും? M1 എന്ന് പറഞ്ഞാൽ എന്താ? M1 പീപ്പിൾ. എത്ര ആളുകളുണ്ട്? 15 ആളുകളുണ്ട്. എത്ര ദിവസം എടുക്കും? ടേക്ക് 5 days. 5 ദിവസം എടുക്കും. എന്തിന്? ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ആ വർക്ക് എന്നുള്ളത് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഈസ് ഈക്വൽ ടു ഹൗ മെനി ഡേയ്സ് 25 പീപ്പിൾ ക്യാൻ ഫിനിഷ് ദാറ്റ് വർക്ക്. അങ്ങനെയാണെങ്കിൽ 25 പേർക്ക്, അതായത് M2 പീപ്പിൾ എത്ര? 25 പേർക്ക് എത്ര ദിവസം എടുക്കും എന്നുള്ളത്, എത്ര ഡേയ്സ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. D2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ്. സെയിം വർക്കാണ്. അപ്പൊ W2 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എക്സ് തന്നെയാണ്. അതേ വർക്ക് എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ തന്നെ അതാ എക്സും എന്തായിപ്പോയി? കട്ടായിപ്പോയി. 5ഉം 25ഉം ക്യാൻസലായി. 5 5ഉം 15ഉം ക്യാൻസലായി. 3. D2 എന്ന് പറയുന്നത് എത്രയാണ്? 3 ദിവസമാണ്. ഓക്കെ, 3 ദിവസമാണ്. നിങ്ങൾ ഈ ഇക്വേഷൻ പഠിച്ചു നോക്കുക. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇക്വേഷൻ എന്ന് പറയുന്ന M1 D1 T1 ഡിവൈഡഡ് ബൈ M1 D1 T1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു N2 D2 T2 ഡിവൈഡഡ് ബൈ W2 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് പഠിച്ചു കഴിഞ്ഞാൽ വേറൊരു ഗുണം എന്ന് പറയുന്നത് ഈ ഒരുപാട് ടൈം ലാഭിക്കാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോകാലോ. 20 workers can paint 24 walls in 36 days. In how many days can 30 workers paint 20 walls? ഇതും നമ്മൾ നേരത്തെ ആദ്യം ചെയ്ത പോലെ LCM മെത്തേഡിൽ ചെയ്യാം. ഓക്കെ, അതിന് യാതൊരു പാടുമില്ല. പക്ഷെ എന്താ, കുറേ ടൈം എടുക്കും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇക്വേഷൻ എന്തായിരുന്നു? M1 D1 T1 ഡിവൈഡഡ് ബൈ W1 ഈസ് ഈക്വൽ ടു M2 D2 T2 ഡിവൈഡഡ് ബൈ W2 അല്ലെ? ഇനി നോക്കി, 20 വർക്കേഴ്സ് ക്യാൻ പെയിന്റ് 24 wall in 36 days. ഓക്കെ, ഇവിടെ എന്തില്ല? ടൈം പീരീഡ് ഇല്ല, ഹവേഴ്സിൽ ഇല്ല. അപ്പൊ T ഇല്ലെന്നങ്ങ് വിചാരിക്കുക. ഓക്കെ, M1 വർക്കേഴ്സ് അല്ലെ, അതായത് എത്ര പീപ്പിളാ? 20 പേർക്ക് 36 ദിവസം എടുക്കും. എന്തിന്? 24 വർക്ക് പെയിന്റ് ചെയ്യാൻ അല്ലെ? അപ്പൊ 24 വർക്ക് എന്നുള്ളതാണ് W1, 24 എന്ന് പറയുന്നതായിരിക്കും അല്ലെ? ഇനി അങ്ങനെയാണെങ്കിൽ 30 വർക്കേഴ്സിന്, അത് 30 എന്ന് പറയുന്നതായിരിക്കും എന്ത്? എന്റെ M2. അതേപോലെ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ D2 ആണ് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. എത്ര വാള് പെയിന്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്? 20 വാള് പെയിന്റ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആണോ? കൺസെപ്റ്റ് ക്ലിയർ അല്ലേ? ഇക്വേഷൻ ഓർത്ത് നോക്കുക. അതാ ഈ 0യും ഈ 0യും ക്യാൻസൽ ചെയ്യാം. ഈ 2ഉം ഈ 24ഉം ക്യാൻസൽ ചെയ്യാം. 12. ഈ 12ഉം 36ഉം ക്യാൻസൽ ചെയ്യാം 3 തവണ. ഈ 3ഉം ഈ 3ഉം ക്യാൻസൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും? 30 പേർക്ക് 20 പെയിന്റ് ബിൽഡ് ചെയ്യാൻ 20 ദിവസം എടുക്കും. എന്താ, ബാക്കി 20 അല്ലേ ഉള്ളൂ? ബാക്കി 20 ഉള്ളൂ. എത്ര വന്നു? 20. എന്ത് ഓപ്ഷൻ? ഓപ്ഷൻ A1. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെയിം ടൈപ്പ് എടുത്ത. ഇതിൽ എന്തുണ്ട്? ഇതിൽ അവർ ഉണ്ടോ? ഇതിൽ അവർ ഇല്ല. ഉണ്ട്. അവർ ഉണ്ട്. നോക്കിയേ, നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? M1 D1 T1 divided by W1 is equal to M2 D2 T2 divided by W2 അല്ലെ? എന്താ പറഞ്ഞിരിക്കുന്നത്? 12 person working 8 hours a day can complete a work in 10 days. ഓക്കെ, 12 പേര് 10 ദിവസം, അതാണ് D1. 8 മണിക്കൂർ, അതാണ് T1. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കും. വർക്ക് എത്രയും തന്നിട്ടില്ല, അതുകൊണ്ട് വർക്ക് എന്തായിട്ട് എടുക്കാം? എക്സ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻ ഹൗ മെനി ഡേയ്സ് 18%, 18 പേര് വർക്കിംഗ് 7 hours a day, 7 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്താൽ എത്ര ദിവസം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് D2 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? എത്ര കംപ്ലീറ്റ് ചെയ്യാൻ? 70% ഓഫ് ദ വർക്ക് എന്ന് പറയുന്നത് എത്രയായിട്ട് നമ്മൾ അസ്യൂം ചെയ്ത്? എക്സ് ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വർക്ക് എന്ന് പറയുന്നത് എത്ര? 70% ഓഫ് എക്സ്, അതായത് 70x ഡിവൈഡഡ് ബൈ 100 അല്ലെ? 70% ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്ക് ഇപ്പൊ വർക്ക് തന്നിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കേസിലേ പറഞ്ഞു നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ 10 എന്ന് എഴുതാം, എക്സിന് പകരം ഇഷ്ടമുള്ള വർക്ക് ഇടുക. ഇവിടെ 10 വർക്ക് എന്ന് എഴുതിയാൽ ഇവിടെ എത്ര വരും? 10 വർക്കിന്റെ 70%. 10ന്റെ 70% എത്ര? 7 വന്നേനെ. ഓക്കെ, അല്ലാതെ യാതൊരു മാറ്റവും പറ്റില്ല. ഇവിടെ നോക്കിയേ, ഈ എക്സും ക്യാൻസൽ ചെയ്യാലോ. ഈ 0യും ക്യാൻസൽ ചെയ്തു. ഇനി നോക്കി, ഈ 10 എന്ന് പറയുന്നത് മേളിൽ വരുവേ. മേളിൽ വന്നു കഴിഞ്ഞാൽ ഈ 10ഉം എനിക്ക് ക്യാൻസൽ ചെയ്യാലോ. ഓക്കെ, ഇനി ഈ 7ഉം ക്യാൻസൽ ചെയ്യാലോ. ഈ 18ഉം ഈ 12ഉം 6ന്റെ ടേബിളിൽ ക്യാൻസൽ ചെയ്യാലോ. ബാക്കി D2 എന്ന് പറയുന്നത് എന്താ? 3D2 is equal to 8 into 2 16. അങ്ങനെയാണെങ്കിൽ D2 എത്രയാ? 16/3 അല്ലെങ്കിൽ 5 1/3.
ഓപ്ഷനിൽ 16/3 ഉണ്ടല്ലേ. നമുക്ക് എന്ത് വന്നു? ഓപ്ഷൻ ബി വന്നു 16/3. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. എന്താ പറഞ്ഞിരിക്കുന്ന? എക്സ് ക്യാൻ ഡു എ വർക്ക് ഇൻ 6 days. എക്സ് ക്യാൻ ഡു എ വർക്ക് ഇൻ 6 days. വൈ ഡസ് ഇറ്റ് ഇൻ 12 days? ഓക്കെ, എക്സിന് എത്ര ദിവസം എടുക്കും? 6 ദിവസം എടുക്കും. വൈക്ക് 12 ദിവസം എടുക്കും. ഇനി ക്വസ്റ്റ്യൻ നോക്കുക. ഇഫ് ദേ വർക്ക് ഓൾട്ടർനേറ്റീവ്ലി ആൻഡ് എക്സ് ബിഗൻസ്, ഇൻ ഹൗ മെനി ഡേയ്സ് വിൽ ദ വർക്ക് ബി ഫിനിഷ്ഡ്? എന്താ പറഞ്ഞിരിക്കുന്നത്? അവര് ഓൾട്ടർനേറ്റീവ് ആയിട്ട് എന്ത് ചെയ്താൽ വർക്ക് സ്റ്റാർട്ട് ചെയ്താൽ, അതായത് ഇപ്പൊ ആദ്യത്തെ ദിവസം എക്സ് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ആദ്യത്തെ ദിവസം എക്സ് സ്റ്റാർട്ട് ചെയ്താൽ രണ്ടാമത്തെ ദിവസം വൈ ആയിരിക്കും, മൂന്നാമത്തെ ദിവസം എക്സ് ആയിരിക്കും, നാലാമത്തെ ദിവസം വൈ ആയിരിക്കും. അങ്ങനെ പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനി നമുക്ക് നോക്കാം. എക്സിന് 6 ദിവസം, വൈക്ക് 12 ദിവസം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് LCM ആണ്. എത്ര വന്നു? 12 വന്നു. ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എത്രയാ? എക്സിന്റെ എഫിഷ്യൻസി എത്രയായിരിക്കും? 12/6 രണ്ടും. വൈയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 12/12 ഒന്നും ആയിരിക്കും അല്ലെ. ഇനി ശ്രദ്ധിക്കുക, ആദ്യത്തെ ദിവസം ആരെ വർക്ക് ചെയ്യുന്നുള്ളൂ? എക്സേ വർക്ക് ചെയ്യുന്നുള്ളൂ. രണ്ടാമത്തെ ദിവസമാണ് വൈ വർക്ക് ചെയ്യുന്നത്. അതായത് 2 ദിവസത്തെ എഫിഷ്യൻസി എത്ര ആയിരിക്കും? 2 + 1 3 ആയിരിക്കും അല്ലെ. കാരണം ആദ്യത്തെ ദിവസം 2 വർക്കാ കംപ്ലീറ്റ് ആവും, രണ്ടാമത്തെ ദിവസം 1 വർക്കാ കംപ്ലീറ്റ് ആവും. അപ്പൊ ആദ്യത്തെ 2 ദിവസം എത്ര വർക്ക് കംപ്ലീറ്റ് ആവുള്ളൂ? 3 വർക്കായിരിക്കും കംപ്ലീറ്റ് ആവുന്നത്. നമുക്ക് എത്ര വർക്ക് കംപ്ലീറ്റ് ആവണം? 12 വർക്ക് കംപ്ലീറ്റ് ആവണം. 2 ദിവസം 3 വർക്ക് കംപ്ലീറ്റ് ചെയ്യുമെങ്കിൽ 12 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? ക്രോസ് ചെയ്താൽ മതി, 8 വർക്ക് എടുക്കും അല്ലെ. 8 ദിവസം എടുക്കും, 8 ദിവസം എടുക്കും. 4 × 2 8 ദിവസം എടുക്കും. ക്ലിയർ ആണേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഓക്കെ, എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 50 days. എ ആൻഡ് ബി ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 50 days. എന്താ നമുക്ക് തന്നിട്ടുള്ളത്? അവർക്ക് രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്താൽ 50 ദിവസം എടുക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? എ ഈസ് 40% ലെസ് എഫിഷ്യന്റ് ദാൻ ബി. ഓക്കെ, എ എന്ന് പറയുന്നത് എന്താണ്? 40% ലെസ് എഫിഷ്യന്റ് ആണ്. അതായത് റേഷ്യോ എത്ര വരും? A/B. റേഷ്യോ എന്ന് പറയുന്നത് എന്ത് വരും? എഫിഷ്യൻസിയുടെ റേഷ്യോ എത്ര വരും നോക്കിയേ. അതായത് A/B എന്ന് പറയുന്നത് എത്രയാ? A/B എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ബി 100 വർക്ക് ചെയ്താൽ പെർസെന്റേജ് എന്ന് പറയുന്നത് എത്രയാ? ബി 100 വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എ എത്ര വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 40% കുറവ് വർക്ക് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് ബി 100 വർക്ക് ചെയ്താൽ എ എത്ര വർക്ക് ചെയ്യും? 60 വർക്ക് ചെയ്യും. സ്റ്റേറ്റ്മെന്റ് ശ്രദ്ധിക്കുക, A is 40% ലെസ് എഫിഷ്യന്റ് ദാൻ ബി. അതായത് ഇങ്ങനെയും എഴുതാം. നിങ്ങൾ 40% വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? /100 ഇടുക. ഇതിനെ ക്യാൻസൽ ചെയ്ത് കഴിയുന്നത് എന്ത് വന്നു? 2/5 എന്ന് വന്നു. അതായത് ബി 5 വർക്ക് ചെയ്യുമെങ്കിൽ അതിനേക്കാൾ 2 വർക്ക് കുറയും, അതല്ലേ ലെസ് എഫിഷ്യന്റ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ലെസ് എഫിഷ്യന്റ് 2 വർക്ക് കുറച്ചായിരിക്കും ആര് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എ ചെയ്യുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബി 5 വർക്ക് ചെയ്താൽ എ എത്ര വർക്കേ ചെയ്യുള്ളൂ? 3 വർക്കേ ചെയ്യുള്ളൂ. ഇനി അതേപോലെ ഇവിടുത്തെ നോക്കുക, ബി 100 വർക്ക് ചെയ്താൽ എ എത്ര വർക്ക് ചെയ്യും? 40% കുറവ്, അതായത് 60 വർക്കായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ A/B എന്ന് പറയുന്നത് എത്ര വന്നതാ? 3:5. എങ്ങനെ വേണോ ചെയ്യാം. ഓക്കെ, 2 രീതിയിലും കിട്ടും. എയുടെയും ബിയുടെ എഫിഷ്യൻസി 3:5 എന്ന് എടുക്കും. നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും എന്താ 60 100 എടുത്തുകൂടെ? 60 100 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, യാതൊരു തെറ്റുമില്ല. ഓക്കെ, ഇനി നോക്കിയേ, എക്കും ബിയും കൂടെ 50 ദിവസം വർക്ക് കംപ്ലീറ്റ് ചെയ്യും അല്ലെ. എയുടെയും ബിയുടെ എഫിഷ്യൻസി എത്രയാ? 3ഉം 5ഉം ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയാ? എഫിഷ്യൻസി ഓഫ് A + B ഇൻറ്റു ടൈം ടേക്കൺ ബൈ A + B ആണ് അല്ലെ. എഫിഷ്യൻസി ഓഫ് A + B എന്ന് പറയുന്നത് എത്രയാ? 3ഉം 5ഉം കൂടെ ചേരാൻ നേരത്ത് 3 + 5 8 ആണ്. ഇൻറ്റു ടൈം ടേക്കൺ ബൈ A + B എത്ര ദിവസമാണ്? 50 ദിവസമാണ്. അപ്പൊ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര വന്നു? 50 × 8 എന്ന് വന്നു. എത്ര? 400 എന്ന് പറഞ്ഞു. ഇനി ക്വസ്റ്റ്യൻ നോക്കിയേ, ഇൻ ഹൗ മെനി ഡേയ്സ് ക്യാൻ എ വർക്കിംഗ് അലോൺ കംപ്ലീറ്റ് 60% ഓഫ് ദ വർക്ക്? അങ്ങനെയാണെങ്കിൽ എക്ക് ഒറ്റയ്ക്ക് 60% വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ടോട്ടൽ വർക്ക് എത്രയാ? 400 ആണ്. 400ന്റെ 60% എന്ന് പറയുന്നത് എത്രയാ? 400ന്റെ 10% എന്ന് പറയുന്നത് എത്രയാ? 40. അപ്പൊ 60% എന്ന് പറയുന്നത് ഇൻറ്റു 6 ചെയ്താൽ പോരെ. അപ്പൊ എത്ര വന്നു? 240 എന്ന് വന്നു. അതായത് 240 വർക്ക് ചെയ്യാൻ എക്ക്
എത്ര ടൈം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. എയുടെ എഫിഷ്യൻസി എത്രയായിരുന്നു? 3 ആയിരുന്നു. 3 ഇൻറ്റു ടൈം ടേക്കൺ ബൈ എ. ടൈം ടേക്കൺ ബൈ എ എന്ന് പറയുന്നത് എത്ര വന്നു? 240 ഡിവൈഡഡ് ബൈ 3 80 എന്ന് വന്നു. അപ്പോൾ 60% ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എക്ക് എത്ര ദിവസം എടുക്കും? 80 ദിവസം എടുക്കും. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാലോ. ഓക്കെ. Amar, Akbar and Anthony take up the task to finish for 876 rupees. 876 രൂപയ്ക്ക് ഒരു വർക്ക് ചെയ്താൽ കിട്ടും അവർക്ക് 3 പേർക്കും അല്ലേ? ഓക്കെ. അമർ കംപ്ലീറ്റ്സ് ഹിസ് അസൈൻമെന്റ് ഇൻ 4 days. ഓക്കെ. അമറിന് എത്ര ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്? ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 4 ദിവസം എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അക്ബർ ഡസ് ഇൻ 8 days. ഓക്കെ. അക്ബറിന് 8 ദിവസം എടുക്കും. അതേപോലെ ആന്റണി ടേക്സ് 12 days. ആന്റണിക്ക് 12 ദിവസം എടുക്കും. ഇനി ബാക്കി നോക്കാം. ദേ കംപ്ലീറ്റ് ദ വർക്ക് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർ നിരുപമ ഇൻ 2 days. അങ്ങനെയാണെങ്കിൽ ഇവർ ഒരുമിച്ച് അമർ പ്ലസ് അക്ബർ പ്ലസ് ആന്റണി പ്ലസ് നിരുപമ എത്ര ദിവസം എടുത്തു എന്നാ പറഞ്ഞേക്കുന്നത്? 2 ദിവസം എടുത്തു എന്നാ പറഞ്ഞേക്കുന്നത് അല്ലെ? അങ്ങനെയാണെങ്കിൽ നിരുപമയ്ക്ക് എത്ര രൂപ കിട്ടും? ഇത് നിങ്ങൾ എപ്പോഴും അറിയേണ്ടത്. നമ്മൾ ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ പൈസ കിട്ടുന്ന എങ്ങനെയായിരിക്കും? നമ്മുടെ എഫിഷ്യൻസിക്ക് അനുസരിച്ചായിരിക്കും. ഓക്കെ, നമ്മുടെ എഫിഷ്യൻസി അനുസരിച്ചായിരിക്കും. അല്ലാതെ ആന്റണി 12 ദിവസം വർക്ക് ചെയ്തെന്നും പറഞ്ഞ് 12 ദിവസം കൂടുതൽ തുക കൊടുക്കുവോ? ഇല്ല. ഓക്കെ, എഫിഷ്യൻസി അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്? അവർക്ക് റേറ്റ് കൊടുക്കുന്നത്. അത് എപ്പോഴും ഓർത്തിരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നേരത്തെ പോലെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര? നമുക്ക് നമ്മളോട് എന്താ വെച്ചിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിരുപമയ്ക്ക് എത്ര രൂപ കിട്ടിയെന്നാണ് ചോദ്യം. നിരുപമയ്ക്ക് എത്ര രൂപ കിട്ടിയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ അവർ 4 പേരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കണം അല്ലെ? എഫിഷ്യൻസി അനുസരിച്ചാണ് പൈസ ഡിവൈഡ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നോക്കാം, ടോട്ടൽ വർക്ക് എത്രയാണ്? 12 ആണ്. LC എടുത്തു. സോറി, ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്ര വരും? 12 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമോ? ഇല്ല. അപ്പൊ അടുത്ത് നോക്കാം, 24 8ന്റെ ടേബിളിൽ ഡിവിസിബിൾ ആകുമല്ലോ. ഓക്കെ, അപ്പൊ അമറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര വന്നു? 24 ഡിവൈഡഡ് ബൈ 4 6 എന്ന് വന്നു. അക്ബറിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 24 ഡിവൈഡഡ് ബൈ 8 3 എന്ന് വന്നു. ആന്റണിയുടെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 24 ഡിവൈഡഡ് ബൈ 12 2 എന്നും വന്നു. ഇനി നോക്കിയേ, അമർ പ്ലസ് അക്ബർ പ്ലസ് അന്തോണി പ്ലസ് നിരുപമയുടെ എഫിഷ്യൻസി എത്ര വന്നു? 24 ഡിവൈഡഡ് ബൈ 2 12 എന്ന് വന്നു അല്ലേ? അതായത് ഈ 4 പേരുടെ എഫിഷ്യൻസി എന്തിന് ഈക്വലാ? 12ന് ഈക്വലാ. അമറിന്റെ എഫിഷ്യൻസി എത്രയാ? 6 ആണ്. അക്ബറിന്റെ എഫിഷ്യൻസി എത്രയാ? 3 ആണ്. ആന്റണിയുടെ എഫിഷ്യൻസി എത്രയാ? 2 ആണ്. പ്ലസ് നിരുപമയുടെ എഫിഷ്യൻസി എത്രയാണെന്നാ നമ്മൾ കണ്ടുപിടിച്ചത്? 12 ആണെന്നാ കണ്ടുപിടിച്ചത്. അങ്ങനെയാണെങ്കിൽ 6 + 3 9 9 + 2 11. ഇവിടെ ഇത് ഇത്ര എന്ത് വന്നു? 11 വന്നു. ഈ +11 അങ്ങോട്ട് വന്നിട്ട് -11 ആകും. അങ്ങനെയാണെങ്കിൽ 12 - 11 1. നിരുപമയുടെ എഫിഷ്യൻസി എത്രയെന്ന് കിട്ടി? 1 എന്ന് കിട്ടി അല്ലേ? 1 എന്ന് കിട്ടി. ഇനി നോക്കാം, നിരുപമയുടെ എഫിഷ്യൻസി 1 എന്ന് കിട്ടി. അപ്പൊ 4 പേരുടെ എഫിഷ്യൻസി എത്ര വന്നു? 6:3:2:1 എന്ന് വന്നു. ഇനി ഈ അടിസ്ഥാനത്തിലായിരിക്കും എന്ത് ചെയ്യുന്നത്? അവർക്ക് 876 രൂപ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഇത് മൊത്തം എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 876 രൂപയാണ്. അതായത് 6 + 3 + 2 + 1 എന്ന് പറയുന്നത് എത്രയാ? 876 രൂപയാണ്. അതായത് 6 + 3 + 2 + 1 എന്ന് പറയുന്നത് എത്രയാ? 12. 12 എന്ന് പറയുന്നതാണ് 876 രൂപ. അങ്ങനെയാണെങ്കിൽ നിരുപമയുടെ എഫിഷ്യൻസി 1 എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എത്ര? 12 876 ആണെങ്കിൽ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 876 ഡിവൈഡഡ് ബൈ 12 ആയിരിക്കും. അത് എത്ര കിട്ടി നോക്കിയേ? 87 എത്ര തവണ? 7 തവണ. ബാക്കി 36 എത്ര തവണ? 3 തവണ. എന്ത് വന്നു? ഓപ്ഷൻ ബി 73 എന്ന് വന്നു. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സോ ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ടോപ്പിക് ഇത്രയേ ഉള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.